എല്ലാവർക്കും നമസ്കാരം. ഫാബ്വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുടെ പാർട്ട് 2 ചാപ്റ്റർ 1 പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുക. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക. ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇതുവരെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു അക്കൗണ്ടൻസിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, അക്കൗണ്ടൻസിയുടെ ഫീച്ചേഴ്സ് പഠിച്ചു, അതുപോലെ ആരൊക്കെയാണ് അക്കൗണ്ടൻസിയുടെ യൂസേഴ്സ് എന്നും പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത പാർട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അക്കൗണ്ടൻസിയുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടൻസി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പഴയ കണക്കെഴുത്ത് ആ കാര്യങ്ങളെല്ലാം വിട്ട് ഒരു പ്രോപ്പർ അക്കൗണ്ടൻസിയിലേക്ക് വന്നു. അപ്പോൾ അത് എവിടെ ഉപയോഗിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്തിനാണ് അക്കൗണ്ടൻസി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് മെയിൻ്റനൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെയുള്ള റെക്കോർഡ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് റെക്കോർഡ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ പറഞ്ഞു അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ ഒരു ഇയർ ടു ഇയർ പോയിന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇപ്പം ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 വരെയുള്ള ഒരു കാര്യമാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം ഏപ്രിൽ 1 നടന്ന എന്താണെന്നുള്ളത് നമുക്ക് മാർച്ച് 31 ചിലപ്പോൾ ആ അക്കൗണ്ടന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഓർമ്മയില്ലെന്ന് വരില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഓരോ ദിവസവും എന്താണ് സംഭവിച്ചത് അത് ഒരു റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതാണ് റെക്കോർഡ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു പ്രധാന കാര്യമാണ്, അതായത് എന്തൊരു ബിസിനസ്സും ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആരും എനിക്കിത് ലാഭം വേണ്ട, എനിക്ക് മുടക്കിയ മുതൽ ഞാൻ പുറത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ്, അത് ഏത് പീരീഡോ, ഹാഫ് ഇയർ ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കൂടെ ആവാം, അതിൽ നിന്നും എനിക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻ അടക്കാൻ വേണ്ടിയിട്ടും നമ്മൾ റെക്കോർഡ് അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നു. മൂന്നാമത്താണ് ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് ആണുള്ളത്, രണ്ടും അസർടൈൻമെന്റ് ചെയ്യാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ നമ്മൾ നോക്കിയത് അവിടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്നാണ് നമ്മൾ അവിടെ അന്വേഷിച്ചത്, അല്ലെങ്കിൽ അവിടെ തപ്പിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടി. രണ്ടാമത് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഒരു കമ്പനിയും ഫുൾ ലയബിലിറ്റി വെച്ച് നടന്നു പോവില്ല, അത് പതിയെ അത് കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ കമ്പനിക്ക് അസറ്റും ലയബിലിറ്റിയുടെയും ആ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പല റേഷ്യോസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം എന്താണ് നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ, എങ്ങനെയാണ് നമ്മുടെ അസറ്റും ലയബിലിറ്റിയും പൊസിഷൻ എന്താണ്, എവിടെയാണ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് വന്നിരിക്കുന്നത്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ അക്കൗണ്ടിങ് ഇതുവഴിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തതും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ആരൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ യൂസേഴ്സ്. നമ്മുടെ ഇന്റേണൽ യൂസേഴ്സിനെയും പഠിച്ചു, എക്സ്റ്റേണൽ യൂസേഴ്സിനെയും പഠിച്ചു. ഇപ്പം ഈ ഇന്റേണൽ യൂസേഴ്സ്, ഇപ്പം നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് അല്ലെങ്കിൽ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആരാണെങ്കിലും അവർക്ക് ഇൻഫർമേഷൻ വേണം. നമ്മുടെ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ എന്താണ് കറണ്ട് സിറ്റുവേഷൻ, അതിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂസേഴ്സ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടൻസിയുടെ യൂസേഴ്സ് ആരൊക്കെയാണ് അവർക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചത്. ഒന്ന് റെക്കോർഡ് മെയിൻ്റനൻസ്, നമ്മുടെ റെക്കോർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ അക്കൗണ്ടൻസി ഡെഫിനേഷൻ ആയിട്ടും പഠിച്ചിരുന്നു റെക്കോർഡിങ്. അപ്പോൾ അതിനാണ് ഇവിടെ വരുന്നത് റെക്കോർഡ് മെയിൻ്റനൻസ്. പിന്നെയുള്ളത് നമ്മൾ 2 കാര്യങ്ങളാണ് ഒരുമിച്ച് ഞാൻ പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റും പഠിക്കുന്നുണ്ട്. അതിലാണ് ഈ 2 പോയിന്റ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് ലോസ് ആണുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് നടത്താൻ പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റിയുടെ സിറ്റുവേഷൻ എന്താണ്. പിന്നെ നാലാമത്താണ് യൂസേഴ്സിന് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മുടെ യൂസേഴ്സ് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയിൽ നിന്നും അവർക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് 4ാമത്തെ ആൾക്കാർ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്.
അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തത്. ഇനി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിൽ തന്നെ നമുക്ക് പല ടൈപ്പുകളുണ്ട്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പം അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയാൻ പോകുന്നതാണ് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, പിന്നെ ഉള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ അക്കൗണ്ടിങ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ നേച്ചറുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ദ കമ്പനി, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനോ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അടുത്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണുള്ളത്. അവിടെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കമ്പനിയുടെ ഒരു ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആരാണ് ഡിസിഷൻ മേക്കേഴ്സ്, അവരാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ആണോ ആവശ്യമുള്ളത് ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ ചെയ്യുന്നു. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യാം അതേ രീതിയിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ ചെയ്യുന്നു. അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇനി മൂന്നാമത്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അത് പേര് പറയുന്ന പോലെ ഇവിടെ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയുന്നത് നമ്മുടെ എൻഡ് റിസൾട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നേരെ തിരിച്ച് നമ്മുടെ സ്ട്രാറ്റജി, അതായത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റംസ് എടുക്കണം, അതിൻ്റെ കോസ്റ്റ് ബേസിൽ നമ്മൾ പോകും. അപ്പോൾ കോസ്റ്റ് ബേസിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കതിൻ്റെ ടോട്ടലായിട്ട് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് തൊട്ട് അതിൻ്റെ എൻഡ് ടു എൻഡ് മാർക്കറ്റിംഗ് വരെ നമുക്ക് എന്തുമാത്രം ചിലവ് വന്നു എന്ന ബേസിൽ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ, മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെങ്കിൽ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് സെക്ഷൻ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് 3 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് റിലയബിലിറ്റി, രണ്ടാമത് നമ്മൾ പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി, പിന്നെ മൂന്നാമത്തെ പോയിന്റാണ് കമ്പാരബിലിറ്റി. ഈ 3 കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒന്ന്, ഡാറ്റ വിശ്വസിക്കാവുന്ന ഡാറ്റ ആയിരിക്കണം. ചുമ്മാ എവിടുന്നും ഒരു ഡാറ്റ എടുത്ത് എഴുതാൻ പറ്റില്ല. അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പം ഒരു സെയിൽ നടത്തുന്ന എഴുതി കഴിഞ്ഞാൽ അതിന്റെ സെയിൽ റെസിപ്റ്റോ ഇൻവോയ്സോ കാര്യങ്ങളെല്ലാം ആണ്. പർച്ചേസ് ആണെങ്കിൽ തന്നെ അതുപോലെ. അപ്പം ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ ആ ഡാറ്റ നമുക്ക് വിശ്വസിക്കാവുന്നതായിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, എല്ലാം ഈ നമ്മുടെ ഡോക്ടർമാരുടെ കുറിപ്പടി പോലെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എഴുതിയിട്ട് കാര്യമില്ല. എഴുതുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായും ക്ലിയർ ആയിട്ടും അത് ആരാണോ വായിക്കുന്നത്, നമ്മുടെ ഡാറ്റ ആരാണോ റിലേ ചെയ്യുന്നത്, ആർക്കാണോ വേണ്ടത് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണം. മൂന്നാമത്താണ് കമ്പാരബിലിറ്റി. കമ്പാരബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പീരീഡ് ടു പീരീഡ് എടുക്കുകയാണ്. ഇപ്പം ഒരു 6 months പീരീഡ് ആവാം, അല്ലെങ്കിൽ ഇയർലി പീരീഡ് ആവാം. നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് എടുക്കുകയാണ്. ഈ വർഷത്തെ ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലെ ഡാറ്റയും അടുത്ത പീരീഡിലെ ഡാറ്റയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. കാരണം എന്നാലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ട് നമ്മുടെ ബിസിനസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റിൽ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമുക്ക് അനാലിസിസ് നടത്താം. നമുക്ക് ഇപ്പം ഈ വർഷം നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി, അടുത്ത വർഷം വന്നപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ അതെവിടെയാണെന്ന് മനസ്സിലാക്കണം. അതെവിടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും നമ്മുടെ ഡാറ്റ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാറിയപ്പോൾ മിക്ക കമ്പനികളും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ വർഷത്തെ അതേ ഡാറ്റ അവർ പുതിയ വർഷത്തേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പുതിയ സ്റ്റാൻഡേർഡ് പ്രകാരം അവരത് റീമോഡൽ ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്പയർ. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റയിൽ ചില ഐറ്റംസ്, ഇപ്പോൾ ഡിപ്രിസിയേഷൻ ആയിരുന്നു ഒരു ഐറ്റം, ഡിപ്രിസിയേഷൻ ചില ഇതിൽ ഭയങ്കര കൂടുതലായിരുന്നു, ഈ വർഷം വളരെയധികം കുറഞ്ഞു പോയി. അതുപോലെ സെയിൽസ്, ചില കമ്പനികളുടെ ഞാൻ ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ കണ്ടാണ് ചില കമ്പനികളുടെ സെയിൽസിൽ തന്നെ 2 വർഷത്തിലെ ഒരേ വർഷത്തിന്റെ 2 ഫിഗേഴ്സ്, ഒരേ വർഷത്തിന് തന്നെ 2 ഫിഗേഴ്സ്. കാരണം ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ് എടുക്കുന്നത്. ഇവിടെ ഐറ്റം ഉണ്ടാവും, ഇവിടെ നമുക്ക് 2 വർഷം വരുന്നത്. ഇത് ഈ കറണ്ട് ഇയറും ഇത് പ്രീവിയസ് ഇയറും, അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസും ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസും എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിപ്പോയി.
അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് റീസൺ അവർ താഴെ തരും, അതിൽ അനക്ഷൻസ് ആയിട്ട് അവർ തരും. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 2 കൺസെപ്റ്റാണ്, ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ളൊരു പേരാണ് ബുക്ക് കീപ്പിംഗ്. അതും അക്കൗണ്ടിങ് തമ്മിൽ എന്താണ് ഡിഫറൻസ്? പലരും പറഞ്ഞു തരുന്നുണ്ട് ബുക്ക് കീപ്പിംഗ് തന്നെയാണ് അക്കൗണ്ടിങ്, പക്ഷെ അത് എൻ്റയർലി 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പേര് പറയുന്ന പോലെ ജസ്റ്റ് റെക്കോർഡ് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ ആ റെക്കോർഡിങ് എന്നൊരു പർപ്പസ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്ന് നമ്മൾ പഠിച്ചു. അതിനാൽ റെക്കോർഡിങ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത്. അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് പിന്നീട് ആ ഡെഫിനേഷനിൽ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് സമ്മറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഡാറ്റ ഇപ്പം ഒരു ദിവസം എന്ത് ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി പോകുന്നത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇന്ന നേച്ചറിലേക്ക് വരുന്നതാണെന്ന് മനസ്സിലാക്കാനോ അതിനൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് എഴുതി പോകുന്നു. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ഈ ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന കാര്യമാണ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ടുള്ള വേയിൽ റെക്കോർഡ് ചെയ്യുന്നു, അതിൻ്റെ അനാലിസിസ് എല്ലാം നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്ലറിക്കൽ ജോബാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും? ഒരു ജസ്റ്റ് റെക്കോർഡ് എഴുതി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഇത്ര ചിലവ് വന്നെന്ന് പറഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നു, അത്രയുള്ള റെക്കോർഡിങ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ് പക്ഷേ എന്താ ചെയ്യുക, നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻ്റാണ് ചെയ്യുന്നത്. ഇത് നമുക്കിവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത പോയിന്റാണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. നമ്മൾ എന്ത് സാധനം എടുത്താലും അതിനൊരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ ഉണ്ടാവും. ഇത് ഏത് ഇതാണെങ്കിലും ശരി, ഇത് രണ്ടും ഇല്ലാത്ത ഒരു സാധനമില്ല. എന്തിനും ഒരു കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ പിന്നെയും അതിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബുക്ക് കീപ്പിംഗ് ഉണ്ടായിരുന്നു, ബുക്ക് കീപ്പിങ്ങിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അക്കൗണ്ടിങ് വന്നു. അക്കൗണ്ടിങ്ങിൽ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ പോയത്. അതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ വീണ്ടും ആ എന്താ പറയുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോന്ന് കണ്ടുപിടിച്ച് വരുന്നതാണ്. അതായത് അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയാം. അഡ്വാൻറ്റേജസിൽ ഒന്നാമത്തെ കാര്യമാണ് ഇത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നു. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അളക്കാൻ പറ്റിയ എന്ത് കാര്യവും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ രണ്ടാമതാണ് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിൽ പഠിച്ചത് തന്നെയാണ്. നമ്മുടെ ഡെഫിനിഷൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇത് വേറെ ഒന്നുമില്ല. ഡെഫിനിഷനിൽ എന്തൊക്കെയാണോ കവർ ചെയ്തിരിക്കുന്ന ആ പോയിന്റ്സിലാണ് വീണ്ടും വരുന്നത്. അത് നമ്മൾ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, രണ്ട് സിസ്റ്റമാറ്റിക് ആണ്. മൂന്നാമത്തെ എന്താണ്, അതൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്, MIS. പിന്നെ പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, യൂസേഴ്സ്. നമ്മൾ മുമ്പ് പഠിച്ച പോയിന്റ്സ് തന്നെയാണ്. നമ്മൾ പറയാം ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. രണ്ടാമത് അതൊരു സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ ഡാറ്റ നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാൻ തുടങ്ങും. ട്രയൽ ബാലൻസ് തൊട്ട് ഒരു ബാലൻസ് ഷീറ്റ് എഴുതി അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ വരെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു എന്താ പറയുക, നമുക്ക് പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പം അത് എവിടെ ഉപയോഗിച്ചാലും ആര് ഉപയോഗിച്ചാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസമൊന്നും വരില്ല. കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ടാവാം, പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും സിമിലർ ആയിരിക്കും. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. നമുക്ക് എന്താണോ ഇൻഫർമേഷൻ ആവശ്യമുള്ളത്, അതും ഇവിടെ പ്രത്യേകം പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ യൂസേഴ്സ്, നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിന് മൾട്ടിപ്പിൾ രീതിയിലുള്ള ഡാറ്റയാണ് നമുക്ക് അവൈലബിൾ. അപ്പം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പലതാണ്. ആ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റും. ഏത് ആവശ്യത്തിനാണ് വേണ്ടത് അതെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് കണ്ടു. നമുക്ക് അതേപോലെ ഡിസഡ്വാൻറ്റേജ് കാണാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇല്ല. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. അതായത് നമുക്ക് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മോണിറ്ററി ടേംസിൽ അളക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ മെഷീൻ വാങ്ങി, ആ മെഷീൻ്റെ ചിലവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഈ വർഷം വളരെ കുറവായിരിക്കും. ഈ വർഷത്തെ അതിൻ്റെ റിസൾട്ട് ഭയങ്കര മോശമായിരിക്കാം.
പിന്നീട് പക്ഷേ ആ മെഷീൻ നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്കത് കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ മെഷീൻ എന്തെങ്കിലും മറ്റൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു സാലറിയുടെ എംപ്ലോയി എടുത്തു, ഒരു എന്താ പറയുക ടോപ്പ് മാനേജ്മെന്റിലേക്ക് നമ്മൾ നല്ലൊരു എംപ്ലോയി എടുത്തു. ആ എംപ്ലോയിക്ക് നമ്മൾ ഒരുപാട് സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ വർഷത്തെ അയാളുടെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഈ അക്കൗണ്ടിങ് വഴി അറിയില്ല. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവിൻ്റെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പോസ്റ്റ്മോർട്ടമാണ്. നമ്മൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല എഴുതുന്നത്, നമ്മൾ നടന്നതിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പോസ്റ്റ്മോർട്ടം എന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, നമുക്കൊരു വർഷത്തെ പ്രോഫിറ്റ് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അത് കുറഞ്ഞത്? അപ്പോൾ ആ വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷത്തേക്ക് നമുക്കത് എന്തുകൊണ്ടാണ് കുറഞ്ഞത് അത് മനസ്സിലാക്കാൻ നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ വർഷത്തേക്ക് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊരു പോസ്റ്റ്മോർട്ടമായി മാറിയത്. ഇനി മൂന്നാമത്താണ് 11 ചേഞ്ചസ് നോട്ട് കൺസിഡേർഡ്. ഇപ്പം ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളത് ഇപ്പോൾ അക്കൗണ്ടിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പല ഇതുണ്ട്, പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, സെയിൽ പ്രൈസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനെ ഒരുപാട് പോയിന്റ്സ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിൽ എന്ത് ചേഞ്ച് വന്നാലും നമ്മളത് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തു, ഒരു സാധനം നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്തു, നമ്മളത് കോസ്റ്റ് പ്രൈസിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത് വയ്ക്കുക, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് കുറച്ച് പ്രോസസ്സുണ്ട്, നമുക്കത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാൻ കുറച്ച് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനിടയ്ക്ക് ഈ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ വില കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് വാങ്ങുക, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ വില കൂടിയെന്ന് വിചാരിക്കും, വില കുറഞ്ഞു എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ സാധനം വാങ്ങി, നമുക്കത് കോസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ വില കുറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ നെറ്റ് എന്ത് വരും, നമ്മൾ വാങ്ങിയത് ഹയർ പ്രൈസിനാണ്. പക്ഷേ നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്കത് മനസ്സിലായിട്ടില്ല. അവർ എന്താ വിചാരിക്കുക, ഓക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇത്രയും വിലയെ കുറവുള്ളൂ, അതുകൊണ്ട് നിങ്ങളത് എനിക്ക് വില കുറച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അഡ്വാൻറ്റേജ് പോയിന്റ് ആണത്. അവർ അത് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അവരത് വാങ്ങിയെടുക്കും, നമ്മുടെ വില കുറച്ച് വാങ്ങും. പക്ഷേ അതിൻ്റെ പോയിന്റ് നമുക്ക് ആ വില അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം നമ്മൾ കൂടിയ വിലയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ആ വില തന്നെ നമ്മൾ എടുത്തു. നമ്മൾ കോസ്റ്റ് പ്രൈസിൽ ഇത് ചെയ്തത് കാരണം, കോസ്റ്റ് പ്രൈസിൽ നമ്മൾ റെക്കോർഡ് ചെയ്താണ് നമുക്ക് ആ വിലയിൽ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ വൺസ് റെക്കോർഡ് ട്രാൻസാക്ഷൻ, ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ളൊരു പോയിന്റാണത്. നമ്മൾ ഒരിക്കൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ പിന്നീട് എന്ത് ചേഞ്ച് വന്നാലും നമുക്കതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇനി അക്കൗണ്ടൻസിയിലേക്ക് കാര്യമായിട്ട് കിടക്കണം. ഇത്ര നേരം നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് അക്കൗണ്ടൻസി, ആർക്കാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ അക്കൗണ്ടൻസിക്ക് ഉള്ളിലേക്ക് കിടക്കണം. അപ്പോൾ അക്കൗണ്ടൻസി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിലെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ബേസിക് ടേംസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒന്നാമത്താണ് എൻറ്റിറ്റി. എന്താണ് ഒരു എൻറ്റിറ്റി? അതായത് ഒരു എക്സിസ്റ്റൻസ് ഉള്ള, അതായത് ഒരു സ്വന്തമായ ഒരു പ്രസൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു കോടതിയിലോ അല്ലെങ്കിൽ മറ്റെവിടെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും നിയമപരമായി ചെന്ന് കഴിഞ്ഞാൽ അത് സ്വന്തമായ ഒരു സ്ഥാനമുള്ള എന്തിനേയും നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കും. അതൊരു വ്യക്തിയാവാം, ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, പാർട്ണർഷിപ്പ് ഫേം ആവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ. അതിനെ എല്ലാത്തിനെയും നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ നമ്മൾ പറയുന്നത് എൻറ്റിറ്റി എന്നാണ്. ഒരു ബിസിനസ് എൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് യൂണിറ്റ്. അതിപ്പോൾ ഒരാൾ നടത്തുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം എന്ന് വിളിക്കുന്നു. അതിനും ഒരു എൻറ്റിറ്റിയാണ്, അതൊരു വ്യക്തിത്വമാണ് അതിൻ്റെ ആ കമ്പനിയുടെ. ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ABC ഫേം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തിത്വം ABC എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് ഇന്നതാണെന്നുള്ളത്. അപ്പോൾ അതാണ് എൻറ്റിറ്റി. രണ്ടാമതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ എൻറ്റിറ്റി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള സാമ്പത്തികപരമായ എല്ലാ ട്രാൻസാക്ഷനും, അതിനാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇനി ഈ എൻറ്റിറ്റി എന്നുള്ളത് മറ്റൊരു പോയിന്റുകളുണ്ട്. ഒരു വലിയ കമ്പനി എടുത്താൽ അതിൻ്റെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ നമുക്കൊരു എൻറ്റിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം ഒരു വലിയ കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടും രണ്ട് എൻറ്റിറ്റിയാണ്. ഇവർ രണ്ട് തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയാൽ അതിന് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷനിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കുന്നത് മാത്രം. അപ്പോൾ മോണിറ്ററി വാല്യൂ ഉള്ള രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള ഏത് ട്രാൻസാക്ഷൻ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യും. മൂന്നാമത്താണ് റവന്യൂ ഓർ ഇൻകം. ഈ ബിസിനസ് ട്രാൻസാക്ഷനിലൂടെ വരുന്ന വരുമാനം, ഒരു എന്ത് വരുമാനമാണോ വരുന്നത് അതിനെയാണ് നമ്മൾ റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്.
മൂന്നാമത്തെ എക്സ്പെൻസസ്. ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വന്ന ചെലവുകൾ, അതിനാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്ത എക്സ്പെൻഡിച്ചർ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിലേക്കുള്ള ഒരു പോയിന്റാണ്, നമുക്ക് വരുമാനം ഉണ്ടാവുന്നതാണ്. അതിനുവേണ്ടി വരുന്ന എല്ലാ നേരിട്ടുള്ള ചെലവുകളെയും, നമ്മുടെ എല്ലാവിധ ചെലവുകളെയും നമ്മൾ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മൂന്ന് ഭാഗങ്ങളാണ്. മൂന്ന് ഭാഗങ്ങളാണ്: ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പി.എൽ അപ്രോപ്രിയേഷൻ. അപ്പം ട്രേഡിങ്ങിൽ വരുന്നത് നമ്മുടെ പർച്ചേസ് തൊട്ട് സെയിൽസ് വരെ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകളാണോ വന്നിട്ടുള്ളത് അതിനെയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അതാണ് നമ്മുടെ എക്സ്പെൻസ് പാർട്ട്. ഇനി എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മുടെ റവന്യൂ ആയിട്ട് നേരിട്ടൊരു ബന്ധമില്ല. നമ്മുടെ അസറ്റ്സുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസിൽ നമ്മൾ നിർത്തിക്കൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന എല്ലാ ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ്പെൻഡിച്ചറിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റവന്യൂമായിട്ട് ഇൻഡയറക്ട്ലി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ത് കാര്യങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു. ഇനി ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട്, എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റിന് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ടാവും. അതായത് ആ പ്രൊഡക്ഷനുമായിട്ട് ഇപ്പം ആ എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു കസേര മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പം ആ പ്ലാസ്റ്റിക്കിൽ നിന്നും അതിനെ കസേര വരെ ആക്കുന്ന പരിപാടികൾ നേരിട്ട് ചെയ്യുന്ന ജോലിക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന സാലറിക്ക് നമ്മൾ വേജസ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പിയാനോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പം അതിന് നമ്മൾ വേജസ് എന്ന് പറയും. ആ വേജസ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വരുമാനമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് അത് എക്സ്പെൻസായി. ഇനി ഇതേ സാധനം തന്നെ ഈ ശമ്പളം കൊടുക്കുന്നതാണ്. നമ്മുടെ ശമ്പളത്തിൽ തന്നെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യും. ഒന്ന് വേജസ് എന്ന് പറഞ്ഞു ആർക്കാണ് കൊടുക്കുന്നത്, നമുക്ക് നേരിട്ട് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. ഇപ്പോൾ ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാവും, ആരും ആവാം. ഇനി ഇത് ആയിട്ട് ബന്ധമില്ലാത്ത, നേരിട്ട് ബന്ധമില്ല, പക്ഷേ ആ കമ്പനിയുടെ തൊഴിലാളികളാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവാം, ഒരു HR മാനേജർ ഉണ്ടാവാം, ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവാം. അവർക്ക് ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന പരിപാടിയുമായിട്ട് നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പക്ഷെ അവർക്കും ആ കമ്പനി ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ സാലറി എന്ന് വിളിക്കും. അപ്പോൾ ആ സാലറി നമുക്ക് അവരില്ലെങ്കിൽ നമുക്ക് ഈ റവന്യൂ അല്ലെങ്കിൽ വരുമാനം കിട്ടില്ല. അതൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റവന്യൂ ഉണ്ടായെന്ന് വരില്ല. അപ്പം ഇവർ ഈ ചെയ്യുന്ന കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ ഓഫീസ് എംപ്ലോയീസ്, അവർ ചെയ്യുന്ന കാര്യം ഈ കമ്പനിയുടെ വരുമാനം കൂട്ടാനുള്ളതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് നമുക്ക് ഓഫീസിലെ ഇലക്ട്രിസിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ മെഷീന് വേണ്ടി വരുന്നൊരു ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പം ആ മെഷീൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിലും, പിന്നെ ഓഫീസിനുള്ളിൽ ഫാനോ AC പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുക. അതായത് എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നു. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് മറ്റൊരു ഫോമിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതാണ് റവന്യൂ. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടൊരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഉപയോഗം നമുക്ക് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഇപ്പം ഒരു മെഷീനറി വാങ്ങിയാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ വർഷം ഒരു മെഷീനറി വാങ്ങുമ്പോൾ ഒരു വർഷത്തേക്കായിരിക്കില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഒരു മെഷീനറി വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വരുമാനം ഒരു ലോങ് പീരീഡിലേക്ക് സ്ട്രെച്ചായി കിടക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും, ആ ഒരു പർട്ടിക്കുലർ ഇയറിനുള്ളിൽ അതിൻ്റെ വരുമാനം വന്നു തരുന്നത് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വരുന്നു. അങ്ങനെയുള്ള വരുമാനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ സാലറീസ് ഒക്കെ നമുക്ക് ആ വർഷത്തെ പ്രോഫിറ്റിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് അത് നീണ്ടു കിടക്കുകയല്ല. അപ്പോൾ അതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുള്ളതാണ് ലോസ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മളിവിടെ റവന്യൂ നോക്കി, നമ്മുടെ എക്സ്പെൻസ് നോക്കി, എക്സ്പെൻഡിച്ചർ നോക്കി. ഇതിൽ നിന്ന് നമുക്ക് വരുന്ന റിസൾട്ടാണ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഒന്നെങ്കിൽ നമുക്കതിൽ നിന്ന് ലാഭമുണ്ടായി, നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറവായിരുന്നു, നമ്മുടെ വരുമാനം കൂടുതലായിരുന്നു, അപ്പോൾ നമുക്കത് പ്രോഫിറ്റായി മാറി. നേരെ തിരിച്ച് സംഭവിക്കാം. ചില സിറ്റുവേഷൻ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് ചിലവ് വന്നിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റാതിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ അവർക്ക് എക്സ്പെൻസസ് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ചില്ല. പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ എക്സ്പെൻസ്, അവരുടെ സാലറി
കുറച്ച് സാലറികൾ വെട്ടി കുറച്ച് എന്ന് വെച്ചാൽ സാലറി കൊടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകൾ കൊണ്ട് നമ്മുടെ എക്സ്പെൻസസ് കൂടി. പക്ഷെ അവിടെ വരുമാനം ഉണ്ടാകുന്നില്ല, കമ്പനിക്ക് വരുമാനം വന്നിട്ടില്ല. കാരണം കമ്പനി പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ല, സെയിൽസ് നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ എന്ത് പറ്റി, ലോസ് വരാം. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്, ലോസ് ആൻഡ് പ്രോഫിറ്റ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസെറ്റ് ചെയ്തു, നമ്മൾ റവന്യൂ ചെയ്തു, എക്സ്പെൻസ് ചെയ്തു, എക്സ്പെൻഡിച്ചർ ചെയ്തു, അത് നമ്മുടെ റിസൾട്ടിൽ വന്ന് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എന്നുള്ളത്. അപ്പം അത് ഒരു പോയിന്റ്. ഇനി അടുത്ത പോയിന്റാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരാണോ കമ്പനിയുടെ ഉടമസ്ഥ, അവരൊരു നിശ്ചിത എമൗണ്ട് അവരിറക്കിയിട്ടുണ്ടാവും. അപ്പം ഈ കമ്പനിയിൽ നമ്മുടെ വരുമാനം അത് ആർക്കുള്ളതാണ്, ഈ ഓണേഴ്സിനുള്ളതാണ്. അത് ആരും ആയിക്കോട്ടെ, പബ്ലിക് ആണെങ്കിൽ നമ്മൾ ഷെയർ ആയിട്ട് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് നമ്മൾ ഷെയർ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും, അല്ല ഇനി ചില പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അവർക്ക് അതെടുക്കാം. അപ്പം അവർ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ നിന്ന് ഇപ്പോൾ എന്താണോ ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിലേക്ക് വരികയാണ്. ഈ പ്രോഫിറ്റിൽ നിന്നും അവർ എടുക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ഡിവൈഡ് ഇവർക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് ഇവർക്ക് എടുക്കാം അതിൽ നിന്നൊരു പർട്ടിക്കുലർ പെർസെൻറ്റ്. എല്ലാ എമൗണ്ടും അവർ എടുത്തുകൊണ്ട് പോകുന്നില്ല, കാരണം ആ എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ കൂടുതൽ വരുമാനം എടുക്കുന്നത്. അത് കൂടുതൽ അത് വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 90% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 90% പേരും ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് അവർ ഇതിനു വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ്സിൽ തന്നെ വീണ്ടും അവർ ഇൻവെസ്റ്റ്മെന്റ് ആക്കി നൽകുക, അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കമ്പനിയിൽ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്ത പ്രോഫിറ്റിന്റെ പോർഷൻ, ലാഭത്തിന്റെ വിഹിതം, അതാണ് റീറ്റെയിൻ പ്രോഫിറ്റ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ട് അവരുടെ ജീവിതം ഈ ബിസിനസ്സിലൂടെയാണ് നടന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് പണം എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ പ്രോഫിറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ്, അത് പീരീഡ് വൈസോ അല്ലെങ്കിൽ ചിലപ്പം എമൗണ്ട് ഉണ്ടാവില്ല, ചില അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അല്ലാതെ തന്നെ പിൻവലിച്ചിരിക്കും. ആ എമൗണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഡ്രോയിങ്സ് എന്ന് പറയുന്നു. ഇനി നമ്മൾ പറയുന്ന അടുത്ത പറയുന്നത് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്ന് നമ്മുടെ പേരിൽ പറയുന്നത് നമ്മുടെ ബാധ്യതകളും നമ്മുടെ ആസ്തികളും. ഇപ്പം അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെയാണോ കമ്പനിയുടേതായിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടാനുള്ളത്, ഒരു ഇത്ര കമ്പനിക്ക് കിട്ടാനുള്ള എന്തൊക്കെയാണുള്ളത് അതിന് അസറ്റ് എന്ന് പറയും. കമ്പനി എന്തൊക്കെയാണോ കൊടുത്തു തീർക്കാനുള്ളത് അതിന് ലയബിലിറ്റീസ് എന്ന് പറയും. ഇനി ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന് നമ്മൾ വീണ്ടും തിരിക്കുകയാണ്, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ഇനി ഫിക്സഡ് അസറ്റിന് തന്നെ നമ്മൾ മറ്റൊരു പേര് പറയുന്നതാണ് നോൺ കറണ്ട് അസറ്റ്. അതായത് കറണ്ട് ആൻഡ് നോൺ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ കറണ്ട് ആൻഡ് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് കമ്പനി വാങ്ങിയിരിക്കുന്ന എല്ലാ അസറ്റുകളെയുമാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന എല്ലാ അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇതിന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വ്യക്തമായ രൂപവും ഭാവവും എല്ലാം ഉള്ള അസറ്റിനാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് പറയുന്നത്. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മെഷീനറി അല്ലെങ്കിൽ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ്, അതെല്ലാം ടാഞ്ചിബിൾ അസറ്റിൽ വരും. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഫിസിക്കൽ പ്രസൻസ് ഇല്ല. ഇപ്പോൾ ഗുഡ് വിൽ, വലിയ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരിന് തന്നെ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് റിലയൻസ് അവർ വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ റിലയൻസ് വിൽക്കുന്നതിന് റിലയൻസിനകത്തുള്ള മെഷീനറിക്ക് മാത്രമല്ല വരുന്നത്, ആ റിലയൻസ് എന്നുള്ള ബ്രാൻഡിനൊരു വിലയുണ്ട്, അതാണ് ബ്രാൻഡ് വാല്യൂ. അപ്പോൾ അതൊക്കെ നമുക്ക് തൊട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കത് ഒരു വാല്യൂ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. അതിനാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും ഫർദർ ക്ലാസ്സിഫിക്കേഷൻ നമുക്ക് കൂടുതൽ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ ലയബിലിറ്റിയിലും നമ്മൾ സെയിം പറയുന്നു, ഫിക്സഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടൈം. ഫിക്സഡ് ലയബിലിറ്റി എന്നുള്ളതിന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ കറണ്ട് ലയബിലിറ്റി പേര് പറയുന്നുണ്ട്. ലോങ് ടൈം ലയബിലിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ പീരീഡിലേക്ക്, ഒരു വർഷത്തിന് അപ്പുറം 12 മാസം എന്നുള്ള കണക്കാണ് നമ്മൾ എടുക്കാറുള്ളത്. 12 മാസത്തിനുള്ളിൽ നമുക്ക് കൊടുത്തു തീർക്കേണ്ട എല്ലാ ലയബിലിറ്റീസിനും നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ ഉൾപ്പെടുത്തും. അതിനുശേഷമുള്ള നമ്മൾ ലോങ് ടൈം ലയബിലിറ്റിയിൽ ഉൾപ്പെടുത്തും. അസറ്റ് എടുത്താലും അത് തന്നെ. അസറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 മാസത്തിനുള്ളിൽ നമുക്ക് വന്നു ചേരുന്ന എല്ലാ അസറ്റുകളെയും നമ്മൾ കറണ്ട് അസറ്റിലും അതിനുശേഷമുള്ള പീരീഡിലുള്ളതിനെ നമ്മൾ ലോങ് ടൈം അസറ്റ്സിലും എടുക്കുന്നു. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലധനം. അതായത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മാത്രമല്ല, നമുക്ക് ഇടയ്ക്കും ആവശ്യം വരുമ്പോൾ മൂലധനം ഇട്ടേ പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ. ഇപ്പം ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് ഇപ്പോൾ ഏത് ബാങ്കിൽ പോയാലും അവിടെ ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര നാളെ ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കും.
അപ്പോൾ തുടക്കത്തിലേക്ക് ലോൺ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, കിട്ടിയാൽ തന്നെ നമുക്ക് 100% ലോണിൽ ഒരു കമ്പനി തുടങ്ങില്ല. അപ്പോൾ പലയിടത്തു നിന്നും നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊണ്ടുവരും ആ ബിസിനസ്സിലേക്ക്. അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മളിവിടെ രണ്ടൊരു കാര്യം പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടിയ കമ്പനിയിൽ 5,000 രൂപ അയാൾ എന്ത് ചെയ്തു, സ്വന്തം ആവശ്യത്തിനായിട്ട് ഡ്രോ ചെയ്തു. ബാക്കി 5,000 ഉണ്ട്. ഈ 5,000 ചെയ്തു അയാൾ വീണ്ടും അയാളുടെ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയാണ്. അത് കൂടാതെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അയാൾക്ക് വീണ്ടും ഈ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരും. അതിന് നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണേഴ്സ് ഓൺ കോൺട്രിബ്യൂഷനാണ്. ആ ബിസിനസ്സിന് ഓണർ ആരാണോ അവരുടെ ഓൺ കോൺട്രിബ്യൂഷൻ. നമ്മൾ ചെറിയൊരു കമ്പനി ലെവൽ, ചെറിയൊരു എൻറ്റിറ്റിയുടെ ലെവലിലാണ് പറയുന്നത്. വലിയ കമ്പനികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ക്യാപിറ്റൽ റേസ് ചെയ്യാണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ പിടിച്ചു. ഇനി ഗുഡ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ എന്ത് സർവീസ്, അതിനാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കസേര ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് ആ കസേര. ഇപ്പം ചില സർവീസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, അവരുടെ സർവീസാണ്. അവർക്ക് ഇന്നതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. ആ സർവീസ് കൊടുക്കുന്നതിനാണ് അവരുടെ ഗുഡ്സ് ആയിട്ട് വയ്ക്കുന്നത്. ഇനി സെയിൽസും പർച്ചേസും. ഈ ഗുഡ്സ് എന്ത് ചെയ്യണം, ഈ ഗുഡ്സ് അവർ വിൽക്കുന്നു. ആ വിൽപ്പനയിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനം, അതാണ് സെയിൽസിലൂടെ കിട്ടുന്നത്. ആ ഗുഡ്സ് വിൽക്കുന്നതിനാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി പർച്ചേസിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഒന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഫേമാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ വേറെ ഒരു അഡീഷനും നടത്തുന്നില്ല. അപ്പോൾ അതെന്തായി, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഈ ഗുഡ്സിൽ, അതായത് അവർ മേടിക്കുന്നത് ആ ഗുഡ്സിൻ്റെ രൂപത്തിലായിരിക്കില്ല. ആ മേടിച്ച സാധനത്തിന് എന്തെങ്കിലും കുറച്ച് അഡീഷൻസ് നടത്തിയിട്ടാണ് അവർ വിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊരു പർച്ചേസ്, റോ മെറ്റീരിയൽ പർച്ചേസ് ആയി. അപ്പോൾ അവർ റോ മെറ്റീരിയൽ പർച്ചേസ്, അപ്പോൾ രണ്ട് തരത്തിലുള്ള പർച്ചേസ്, ഒന്ന് റോ മെറ്റീരിയൽ പർച്ചേസുമായി സെയിൽസുമായി. അപ്പം അതുമായി. ഇനി സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പർച്ചേസ് എന്ന് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. ഒരു കമ്പനി ട്രേഡിങ് നടത്തുകയാണ്, അതായത് മൊബൈൽ ട്രേഡിങ്, ഒരു മൊബൈൽ ഷോപ്പ് എടുക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു, അവർ എന്തെങ്കിലും വലിയ കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നോ അവർ മൊബൈൽ വാങ്ങി അവർ മൊബൈൽ വിൽക്കുന്നു. അതിനകത്ത് അവർ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് വാങ്ങിയ സാധനം അങ്ങനെ തന്നെ വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവരിപ്പോൾ വാങ്ങി വെച്ചു. ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന ഈ സ്റ്റോക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതെടുത്ത് അക്കൗണ്ടിങ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു പീരീഡിലാണ് നമ്മൾ പറയുന്നത്, ബാലൻസ് ഷീറ്റ് ഒരു ഡേറ്റിലുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി സ്റ്റോക്കിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ആ മൊബൈൽ ഷോപ്പിൽ വാങ്ങിയ സാധനം ആ ഒരു പർട്ടിക്കുലർ ദിവസം അവർ വിറ്റ് പോലും. ഇപ്പോൾ ഇയറിൻ്റെ തന്നെ എടുക്കാം, നമുക്ക് 31 മാർച്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ 31 മാർച്ചിന് അവർ ഇന്ന് തന്നെ എൻ്റെ എല്ലാ സാധനവും തീർക്കണം എന്ന് പറഞ്ഞിട്ടല്ല അവർ വയ്ക്കുന്നത്. കാരണം അവർ നിങ്ങൾക്ക് ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഓൺ ഗോയിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ് സ്റ്റഡീസിൽ. അതായത് ഒരു ബിസിനസ് നിലനിന്ന് പോകും എന്നൊരു വിശ്വാസമാണത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇന്ന ദിവസം കൊണ്ട് എൻ്റെ ബിസിനസ് തീരുമെന്ന് പറഞ്ഞാൽ ആരും കച്ചവടം തരില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർ വാങ്ങി വെച്ച് ഇന്ന് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് കച്ചവടം ഉണ്ട്. അപ്പം അങ്ങനെ വാങ്ങി വെച്ച് അന്നത്തെ ദിവസം അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഐറ്റംസിനെ, അതായത് ബാക്കിയിരിക്കുന്ന സാധനത്തിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡെറ്റേഴ്സ് അഥവാ റിസീവബിൾസ്, പിന്നെ ക്രെഡിറ്റേഴ്സ് അഥവാ പേയബിൾ. അത് രണ്ടും ഞാൻ ഒരുമിച്ച് പറഞ്ഞു പോവാം. ഡെറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ സെയിൽസ് പറഞ്ഞു. ഈ സെയിൽസിൽ എന്താ ഉള്ളത്, രണ്ട് തരത്തിൽ സെയിലുണ്ട്. ഒന്ന് ക്യാഷ് സെയിലുണ്ട്, ഒന്ന് ക്രെഡിറ്റ് സെയിലുണ്ട്. സെയിം വേ പർച്ചേസിനും വരുന്നുണ്ട്. ഞാൻ ഇവിടെ എഴുതാം, ക്യാഷ് ക്രെഡിറ്റ്. ഇവിടെയും ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ ഉടനെ പണം ക്യാഷ് കൊടുത്ത് വാങ്ങണം. അത് ഒരുമാതിരിപ്പെട്ട നമ്മൾ ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ക്യാഷ് സെയിൽ വളരെ കുറവായിരിക്കും. റീറ്റെയിൽ സെയിലല്ല, ഹോൾസെയിൽ. നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ മൊബൈൽ കട എടുത്താൽ പോലും അവർ സാധനം വാങ്ങുന്നത് ഒരു ഇത്ര എമൗണ്ട് അവർ ആദ്യം അടയ്ക്കും, ഒരു 50% 10%. അത് റിലേഷൻഷിപ്പ് പ്രകാരമായിരിക്കും. ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും കൂടുതൽ. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പണം കൊടുക്കുന്നില്ല, നമ്മൾ ഇത്ര പീരീഡ് പറയണം, ഇത്ര ദിവസത്തെ അവധി പറയുകയാണ്. ആ അവധിക്കുള്ളിൽ നമ്മൾ പണം കൊടുത്ത് തീർക്കാം, അതാണ് ക്രെഡിറ്റ് സെയിൽ. പർച്ചേസും അതുപോലെ തന്നെ
നമ്മൾ ആരോടാണോ വാങ്ങുന്നത് അവർക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല, ഉടനെ കൊടുക്കുന്നില്ല, അവർക്ക് നമ്മൾ കുറച്ച് പീരീഡ് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ക്യാഷ് പർച്ചേസ് നമ്മൾ പെട്ടെന്ന് ക്യാഷ് കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് ഇപ്പോൾ 100 രൂപയുടെ സാധനം വെച്ചാൽ 100 രൂപ നമ്മൾ കൊടുക്കുകയാണ്. ക്രെഡിറ്റ് പർച്ചേസിൽ നമ്മൾ ഒരു 50 രൂപ ഇപ്പോൾ കൊടുക്കും, ബാക്കി 50 രൂപ പിന്നീട് ഒന്നെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഡെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസീവബിൾ, ആ പേര് പറയുന്നത് റിസീവബിൾ ആണ്. നമുക്ക് റിസീവ് ചെയ്യാനുള്ള ആൾക്കാരാണ്. അത് നമ്മൾ സെയിൽസ് നടത്തി ക്രെഡിറ്റിൽ അവരുടെ ഇത് നമുക്ക് കിട്ടാനുണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എത്രയാണോ എമൗണ്ട് ആരിൽ നിന്നാണോ കിട്ടാനുള്ളത് ഇതിന് ഡെറ്റേഴ്സ് എന്ന് പറയും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത്, നമ്മൾ പർച്ചേസ് നടത്തി, അപ്പം നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് അവരാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇതോടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തീരുന്നതിന് ശേഷം നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പതുക്കെ തുടങ്ങുന്നതായിരിക്കും, അധികം താമസിക്കാതെ തന്നെ ഞാൻ അതും ഇടാം. അപ്പോൾ ആ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഈ ചാനലിൽ വേറെ കുറേ നല്ല വീഡിയോസ് ഉണ്ട്. എൻ്റെ മോൻ്റെയും വൈഫിൻ്റെയൊക്കെ കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത ചാപ്റ്ററായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.